സോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ എൻ്റെ പ്രായത്തിലെയും എന്നെയും കാട്ടി ഇച്ചിരി കൂടി വലിയ ചേച്ചിമാർക്കൊന്നും അറിയാത്തൊരു സാധനമായിരിക്കും. കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും. ഇപ്പം ഞാൻ ആ സാധനത്തെ കളിച്ചില്ല. ഇത് വിചാരിക്കും ചിലപ്പം എന്തെങ്കിലും പഴവ തിന്നുന്നല്ലായിരിക്കുന്നു. അതായത് ഇതാണ് കുങ്കുമപ്പൂ. കുങ്കുമപ്പൂ എന്തുവാണെന്നറിയാത്തവർ ഉണ്ടെങ്കിൽ നമ്മുടെ കുങ്കുമം ആ കുങ്കുമം ഇതിനകത്തെന്നാണ് വരുന്നത്. ഇതെൻ്റെ അപ്പച്ചിമാരൊക്കെ ചുണ്ടിത്തേക്കാണ്. അപ്പം നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. ഫസ്റ്റ് ഈ തണ്ടിങ്ങനെ പൊട്ടിക്കുമ്പം ഇതിൻ്റെ അകത്തുള്ള സാധനം ഇങ്ങനെ പൊട്ടി വരും. റംബുട്ടാൻ്റെ ഒക്കെ കണക്കാണെങ്കിലും പുറം കണ്ട സ്ട്രോബെറി കണക്കിരിക്കും. പുറമൊക്കെ അങ്ങനെ കേട്ടോ, അതാ ഇങ്ങനെ പൊട്ടിക്കണം. ഇതാ റംബുട്ടാൻ്റെ കണക്കത്തെ സാധനം രസം കിട്ടും. ഇങ്ങനെ ചെയ്യൊക്കെ നല്ല രസമാണ്. ഇളക്കി മാറ്റിയിട്ടുണ്ട്. പതുക്കെ ഈ ഒരു കുഴി ഇങ്ങനെ എടുത്ത് ഇതിങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിക്കണം. പൊട്ടിക്കുമ്പോൾ കളറ് വരും. നല്ല സാധനം കേട്ടോ, കളറ്. ഇത് തേച്ചാൽ കുഴപ്പമൊന്നുമില്ല, ഒന്നും പറ്റില്ല. ഇച്ചിരി കുങ്കുമപ്പൂ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇച്ചിരി ഇങ്ങനെ കൃഷിയാണ് ഭംഗി. ഓക്കെ, നല്ല കളർ പിടിക്കും കേട്ടോ. ഇനിതാ ഇത്രയും നമുക്ക് ബാക്കിയുണ്ട്. ഇങ്ങനെ ഒരെണ്ണം ഇതിപ്പം എൻ്റെ കയ്യിലായി. ഈ കയ്യിലൊന്നുമില്ല. എൻ്റെ കറയിച്ചിട്ട് ഈ കയ്യിലൊന്നുമില്ലേ. നമ്മളിതാ ഈ കുങ്കുമപ്പൂ ഇങ്ങനെ എടുത്ത് കൈ വെച്ച് പൊട്ടിച്ചിട്ട് ഇങ്ങനെ ആക്കിയാൽ കളറ് വരും. അത് നമുക്ക് വേണം. ഇത് ഐഷാഡോ ഇട്ടിടാം, എന്ത് വേണമെങ്കിലും നമുക്കിത് വെച്ചിടാം. നല്ല സാധനം കേട്ടോ, നാച്ചുറൽ ആയതുകൊണ്ട് നല്ല സാധനം. ഇതാ തൊലിയുടെ അകത്തിങ്ങനെ നല്ല നൈസാണ്. നല്ലപോലെ കീറാനൊക്കെ പറ്റും. എൻ്റെ കാശ് ഇന്ന് ഞാൻ സ്കൂളിൽ പോയില്ല. ചുമ്മാ മണി പിടിച്ച് കയറിയൊന്നും ഇന്നല്ല, ബസ്സില്ലായിരുന്നു, അതുകൊണ്ട് പോയില്ല. ബസ്സില്ലാത്തതുകൊണ്ട് എന്താ പോയാൽ രാവിലെ അതും കൊണ്ടിട്ട് വൈകുന്നേരം വിളിക്കുക ആരെങ്കിലും വേണ്ടേ. ഇന്നത്തെ നോട്ട്സ് എല്ലാം എഴുതണം. പിന്നെ ഇത് വെച്ച് ഞാൻ വേറെ സാധനങ്ങൾ തരാം. ഇത് കളർ വെക്കണം, ഭയങ്കര കളർ. ഇത് അതിനകത്ത് കാണുമ്പോൾ ഇച്ചിരി ലൈറ്റ് ആണെങ്കിൽ അതിനകത്ത് നല്ല കളറുണ്ട്. നല്ല മായത്തൊന്നുമില്ല, നമ്മൾ എത്ര തുടച്ചാലും മായത്തില്ല. ഈ തൊലി വെച്ച് തന്നെ തേച്ചാൽ നല്ല കളർ പിടിക്കും. നല്ല കൊറിയൻ ലിപ്സ് ആയിരിക്കും. ഇപ്പം നമ്മുടെ തൊലി വെച്ച് തേച്ചാൽ നല്ല ഡാർക്കായിരിക്കും. അല്ലാതെ തേച്ചാൽ ഇച്ചിരി ലൈറ്റ് ആയിരിക്കുമെങ്കിലും തൊലി വെച്ച് തേക്കുമ്പോൾ നല്ല ഡാർക്ക്. ഇത് നമ്മൾ നല്ലില്ലേന്ന് പിച്ചിയതാ. ഞാനിത് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. കുറേ കാലമായിട്ട് കാണുന്നതൊക്കെ ആണെങ്കിലും നമ്മൾ വേറെന്തോ പഴമല്ലാണ്. പിന്നെ ഞാൻ ഇന്നലെ ചുമ്മാ ഒന്ന് ചോദിച്ചത് എന്തുവാണ്. അപ്പോഴാ പറയുന്ന പണ്ടിങ്ങനെ ചിന്തിത്തേക്കുന്നതാണ്. ഇനി ഞാൻ അവിടെ പോകുമ്പോൾ എപ്പോഴും ഇത് മേടിക്കും. അവിടെ നിന്ന് മേടിക്കും, നല്ല പിച്ചും ഫ്രീ ആയിട്ട് വെക്കുന്ന സമയം. പിന്നെ
ഈ സാധനം അവിടുത്തെ ചേച്ചിമാർക്കൊന്നും ഈ സാരി കൊണ്ട് ചുണ്ടിത്തേക്കുന്നതെന്ന് അറിഞ്ഞൂടെ. അപ്പോൾ ഞാൻ കുറേ ചേച്ചിമാരൊക്കെ കണ്ടെങ്കിലും അവർക്കൊന്നും ഇത് അറിഞ്ഞുണ്ട്. ലൈക്ക് അവരുടെ വിചാരം ചുണ്ടിത്തേക്കുന്നതൊന്നും അല്ല എന്നാണ് വിചാരം. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി ഇത് അറിയാമോ, ഇതെന്തുവാണെന്നറിയാമോ? എൻ്റെ അടുത്ത് പറയുകയാണ്, ഇത് അവിടുത്തെ ചുമ്മാ ഞാൻ പറഞ്ഞു, ചേച്ചി ഇത് കുങ്കുമക്കായ. അറിയാം, അടുത്ത കുങ്കുമക്ക പറഞ്ഞ് ഒരെണ്ണം കൊടുത്തായിരുന്നു. അപ്പം ആ ചേച്ചി പിന്നെ ഇത് പിടിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കും. അതും പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഞാനവിടെ എൻ്റെ അപ്പച്ചി എനിക്ക് ഇങ്ങനെ ചുണ്ടി തേച്ചിട്ട് അവരുടെ ഫ്രണ്ടിൽ കൂടെ ഞാൻ വീട്ടിൽ പോയിട്ട് വേറെ ഉടുപ്പ് മാറ്റണം. അതിനങ്ങനെ വീട്ടിൽ പോകാൻ അങ്ങനെ ഒരു ഫ്രണ്ടിൽ കൂടെ അല്ലേ പോയപ്പോൾ അവർ നോക്കിയപ്പോൾ എൻ്റെ ചുണ്ടിൽ പൊട്ടുമൊക്കെ ആയിട്ട് കിടക്കും. അയ്യോ, ഇതൊക്കെ ചുണ്ടി തേക്കായിരുന്നു. ലിപ്സ്റ്റിക് ഒന്നും തേക്കാതെ ഇതൊക്കെ തേക്കണം. എനിക്കിത് അറിഞ്ഞുകൊണ്ടാണ് എൻ്റെ ചുണ്ടിയൊക്കെ തേക്കും. ഞാൻ ആ ലിപ്സ്റ്റിക്ക് മേടിക്കത്തില്ലായിരുന്നു. പണ്ടെൻ്റെ അപ്പച്ചിമാരൊക്കെ ഇത് തേക്കുവാണ്. നാച്ചുറലാണ് ഗൈസ്. ഇങ്ങനത്തെ കാര്യം ഭയങ്കര ബ്ലഷായി പോയത്. നല്ല പിഗ്മെൻറ്റഡ് ആണ് കേട്ടോ സാധനം. ഭയങ്കര പിഗ്മെൻറ്റഡ് ആണ് ഈ സാധനം. അയ്യോ, ഇതോ കണ്ണിൻ്റെ മേളിൽ തേക്കണ്ട, എനിക്ക് ഭയങ്കര ഒരു പൊട്ടിയിട്ടല്ല ഇത് വെച്ചിട്ട് ഒന്നും പറ്റില്ല, കുഴപ്പമില്ല. ഇത് വെച്ചിട്ടാ അതൊക്കെ ഇങ്ങനെ അച്ഛനെ വിളിച്ചിട്ട് കുഴപ്പമില്ല, കൊള്ളാം. ബാക്കി എന്ന എന്തോ ചെയ്യുമെന്ന് എനിക്കൊരായിട്ടില്ല. ഇത് നമുക്കിതാ ഇങ്ങനെ ഇളക്കി ഒരു കുപ്പിയിലിട്ട് വേണമെങ്കിൽ വെക്കാം. അപ്പോൾ ഞാനൊരു കുപ്പിയിലിട്ട് ഇത് വെക്കാൻ വേണ്ടി പറിക്കണം. പറിച്ചുകൊണ്ടിരിക്കണം. ഞാനൊരു കുപ്പി എടുത്തിട്ട് വരാം.